നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. 18/2/2026 ബുധനാഴ്ച ചതയ നക്ഷത്രമാണ്. രാത്രി 9:18 വരെയാണ് ചതയ നക്ഷത്രമുള്ളത്. അതിനുശേഷം പൂരിട്ടാതി നക്ഷത്രം തുടങ്ങുന്നു. 2026 ഫെബ്രുവരി മാസം ചതയ നക്ഷത്രക്കാർക്ക് വളരെ നിർണായകരമായിട്ടുള്ളൊരു മാസമാണ്. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് അനുകൂലമാണ്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുസരിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തിക കാര്യത്തിൽ വലിയ മെച്ചമൊന്നും പ്രതീക്ഷിക്കേണ്ട. മിശ്രഫലം കാണുന്നുണ്ട്. 2026 ജനുവരി മുതൽ മാർച്ച് വരെ ജോലിയിൽ പുരോഗതിയിലെ പുതിയ അവസരങ്ങൾ സാധ്യത കാണുന്നു. എന്നാൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെ ചില അംഗീകാരങ്ങൾ ലഭിക്കാൻ കാലതാമസമോ തടസ്സമോ നേരിടേണ്ടി വന്നേക്കാം. മികച്ച സമയം 2026 ഓഗസ്റ്റ് മാസം മുതൽ തൊഴിൽ മേഖലയിൽ വലിയ പുരോഗതി, അധികാരവർദ്ധനവും ഉണ്ടായേക്കാം. പരിഹാര കർമ്മങ്ങൾ. ജോലി തടസ്സം മാറാൻ ബുധനാഴ്ച ഗണപതി ഭജനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഹനുമാൻ ചാലീസ് ജപിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിക്കാനും തടസ്സം മാറാനും സഹായിക്കും. ശനിദോഷത്തിന് ശനിയാഴ്ച എള്ളുതിരി കത്തിച്ചുള്ള പ്രാർത്ഥന വളരെ ഗുണപ്രദം ചെയ്യും. വിവാഹം നടക്കുന്ന സമയം 2026 മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ വിവാഹ കാര്യങ്ങളിൽ വ്യക്തത വരാനും തീരുമാനങ്ങൾ എടുക്കാനും സാധ്യത കാണുന്നു. ഒക്ടോബർ ഡിസംബർ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ദൃഢതയാകാനും എല്ലാം ഉള്ളൊരു സമയം കൂടിയാണ്. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം, വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ വിവാഹ തടസ്സം മാറാനൊക്കെ വളരെ ഉത്തമമായ വഴിപാടുകളാണ്. ആലോചനയിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ചൊവ്വാദോഷ ഉള്ളവരിലാണ് ഇത് കൂടുതലും കാണുന്നത്. പങ്കാളിയുമായുള്ള ആശയവിനിമയം ചെയ്യുന്നത് സൗമ്യത പാലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. വിവാഹ തടസ്സം മാറാനുള്ള വഴിപാടുകൾ, പരിഹാരങ്ങൾ ആണ് ഞാൻ ഇനി പറയുന്നത്. സ്വയംവര പുഷ്പാഞ്ജലി അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് നല്ലതായിരിക്കും. ഷഷ്ഠി വ്രതം നോക്കുന്നതോ വിവാഹ തടസ്സം മാറുന്നത് വളരെ ഉത്തമമാണ്. മംഗള ഗൗരി പൂജ പാർവതീ ദേവിക്ക് നടത്തുന്നത് വിവാഹ തടസ്സം മാറാൻ വളരെ നല്ലതായിരിക്കും. മംഗള ഗൗരി പൂജ പാർവതീ ദേവിക്ക് നടത്തുന്നത് വിവാഹ തടസ്സം മാറാൻ വളരെ ഉത്തമമായിരിക്കും. ദോഷങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. ഓരോ ദശാകാലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇത് എത്രമാത്രം ഇപ്പോഴത്തെ സ്ഥിതി മനസ്സിലാക്കിയും കൂടെ വേണം നിങ്ങൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തമങ്ങളായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നത്. അപ്പം കഴിവതും ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സർവേശ്വരകാരായ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ.